കാടിന്റെ രാജാവെന്ന വിശേഷണമുള്ള ഒരു മൃഗം. അതൊന്ന് സടകുടഞ്ഞ് എണീറ്റ് രൂക്ഷമായൊന്ന് നോക്കിയാൽ എതിരെ നിൽക്കുന്ന ഏതൊരാളും അടിയറവ് പറഞ്ഞു പോകും. പാന്തീറ ലിയോ എന്ന ശാസ്ത്രനാമമുള്ള മാർജാര കുടുംബത്തിലെ ദ ലയൺ കിങ് അഥവാ സിംഹമാണത്. ഫെലൈൻ ഫാമിലി അഥവാ പൂച്ചക്കുടുംബത്തിലെ മാംസഭുക്കായ സസ്തനിയാണ് സിംഹം. കരയിൽ ആധിപത്യമുള്ള സസ്യഭുക്കുകളായ പോത്തിനെയും കാളയെയും വിവിധതരം മാനുകളെയും സീബ്രകളെയും വേണ്ടിവന്നാൽ ജിറാഫിനെയും എന്തിന് ആനയെയും വരെ വേട്ടയാടി പിടിച്ചു തിന്നുന്ന സിംഹം മറ്റുള്ള ഇരപിടിയന്മാരെ പോലെ തന്നെ ആഹാര ശൃംഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. ഭൂമിയിൽ സസ്യഭുക്കുകളുടെ എണ്ണത്തെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്ന മാംസഭുക്കുകളിൽ വെച്ച് ഏറ്റവും തീവ്രമായ പ്രഭാവലയം അഥവാ ഓറയുള്ള മൃഗമാണ് സിംഹം. കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ടാൻസാനിയയിൽ നിന്ന് ലഭിച്ച സിംഹങ്ങളുടെ ഫോസിലുകൾക്ക് ഏകദേശം 3.46 ദശലക്ഷം വർഷം മുതൽ 1.2 ദശലക്ഷം വർഷം വരെ പഴക്കമുണ്ട്. അവിടെ നിന്ന് ആഫ്രിക്കയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമൊക്കെ അവർ എത്തിപ്പെട്ടു. എന്നാൽ സമീപകാലത്ത് മനുഷ്യരുടെ ഭൂവിനിയോഗവും പരിസ്ഥിതിയിലുണ്ടാക്കിയ ഇടപെടലുകളും മൂലം ആവാസ വ്യവസ്ഥകൾ നശിക്കുകയും വിഭജിക്കപ്പെടുകയും ചെയ്തത് കാരണം ഇന്ന് വലിയ സിംഹക്കൂട്ടങ്ങൾ നിലനിൽക്കുന്നത് പ്രധാനമായും തെക്കൻ ആഫ്രിക്കയിലെ സംരക്ഷിത വനമേഖലകളിലും ദേശീയോദ്യാനങ്ങളിലുമാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അഥവാ IUCN നടത്തിയ പഠനങ്ങളും ഗവേഷണങ്ങളും അനുസരിച്ച് ഇന്ന് നമ്മുടെ ഭൂമുഖത്ത് സിംഹങ്ങളുടെ 3 ഉപസ്പീഷീസുകൾ നിലവിലുണ്ട്. അവയിൽ ഒന്ന് പ്രധാനമായും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മധ്യ ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലുമായി കാണപ്പെടുന്ന പാന്തീറ ലിയോ എന്ന ഉപസ്പീഷീസ് ആണ്. രണ്ടാമത്തേത് തെക്കൻ ആഫ്രിക്കയിലും കിഴക്കൻ ആഫ്രിക്കയിലുമായി കാണപ്പെടുന്ന പാന്തീറ ലിയോ മെലനോകൈറ്റ എന്ന സ്പീഷീസ് ആണ്. അപ്പോൾ മൂന്നാമത്തേത് ഏഷ്യാറ്റിക് സിംഹം അഥവാ പാന്തീറ ലിയോ പെർസിക്ക ആണ്. ഒരു കാലത്ത് വംശനാശത്തിന്റെ വക്കിലെത്തിയിരുന്ന ഏഷ്യൻ സിംഹങ്ങൾ ഇപ്പോൾ ക്രമേണ തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഗുജറാത്തിലുള്ള ഗിർ വനത്തിൽ മാത്രമാണ് ഇവ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആധുനിക സിംഹങ്ങൾക്ക് പുറമെ ഇന്ന് വംശനാശം സംഭവിച്ച 3 സിംഹവർഗങ്ങളെക്കുറിച്ചും ശാസ്ത്രലോകത്തിന് അറിവുണ്ട്. അവയിൽ ഒന്ന് ഇന്നത്തെ യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടുന്ന യുറേഷ്യൻ പ്രദേശങ്ങളിലെയും ബെരിഞ്ചിയൻ പ്രദേശങ്ങളിലെയും ഗുഹകളിൽ അധിവസിച്ചിരുന്ന കേവ് ലയൺ അഥവാ ഗുഹാസിംഹമായിരുന്നു. അതിന്റെ ശാസ്ത്രനാമം പാന്തീറ സ്പേലിയ എന്നായിരുന്നു. ഇന്നത്തെ റഷ്യയുടെ ഭാഗമായ സൈബീരിയയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗങ്ങളും കാനഡയുടെ ഭാഗങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് ബെറിഞ്ചിയൻ എന്ന് വിളിക്കുന്നത്. ഇപ്പറഞ്ഞ സ്പീഷീസുകളെ കൂടാതെ വടക്കേ അമേരിക്കയിൽ ജീവിച്ചിരുന്ന പാന്തീറ എട്രോക്സ് എന്ന ശാസ്ത്രനാമമുള്ള അമേരിക്കൻ കേവ് ലയണും ഒപ്പം യുറേഷ്യയിൽ കണ്ടെത്തപ്പെട്ട മറ്റൊരു പുരാതന സിംഹവർഗമായ പാന്തീറ ഫോസിലിസ് എന്നിവയുമുണ്ട്. എന്നാൽ സമീപകാല പഠനങ്ങൾ പാന്തീറ ഫോസിലിസ് ഒരു പ്രത്യേക സ്പീഷീസ് അല്ലെന്നും അത് യഥാർത്ഥത്തിൽ പാന്തീറ സ്പേലിയ തന്നെയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഫോസിൽ രേഖകളുടെയും ജനിതക പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗുഹാസിംഹങ്ങളിൽ നിന്ന് ആധുനിക സിംഹങ്ങൾ സ്വതന്ത്രമായി പരിണമിച്ചുണ്ടായത് ഏകദേശം 1.2 മുതൽ 2.9 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലാണ്. ഈ പഠനഫലങ്ങൾ പ്രകാരം ഗുഹാസിംഹങ്ങളും ആധുനിക സിംഹങ്ങളും യഥാർത്ഥത്തിൽ 2 വ്യത്യസ്ത സ്പീഷീസുകളാണ്. നിലവിൽ IUCN റെഡ് ലിസ്റ്റ് ഓഫ് ത്രട്ടൻഡ് സ്പീഷീസിൽ സിംഹങ്ങളെ വൾണറബിൾ അഥവാ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം ഇന്ന് ആഫ്രിക്കയിൽ കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സിംഹങ്ങളുടെ എണ്ണം ഏകദേശം 23,000 മാത്രമാണ്. കൂടാതെ ഒരിക്കൽ സിംഹങ്ങൾ ഉണ്ടായിരുന്ന ആഫ്രിക്കയിലെ 26 രാജ്യങ്ങളിൽ നിന്ന് അവ ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടുണ്ട്. പ്രായപൂർത്തിയായ ആൺ സിംഹങ്ങൾക്ക് സാധാരണയായി 150 മുതൽ 260 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പെൺസിംഹങ്ങൾക്കാകട്ടെ 120 മുതൽ 180 കിലോഗ്രാം വരെ ഭാരം വയ്ക്കും. ലോകത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ അഥവാ എപെക്സ് പ്രെഡേറ്റേഴ്സിൽ ഒന്നായ സിംഹങ്ങളിൽ ആൺ സിംഹങ്ങൾക്ക് പെൺസിംഹങ്ങളിൽ നിന്ന് വിഭിന്നമായി വിശാലമായ നെഞ്ചും കട്ടിയുള്ള രോമങ്ങളുള്ള സട അഥവാ മെയിനും ഉണ്ടായിരിക്കും. കാട്ടിൽ ജീവിക്കുന്ന സിംഹങ്ങൾ ചിലപ്പോൾ 13 വർഷത്തിലധികം ജീവിക്കാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം സിംഹങ്ങൾക്കും 10 വയസ്സാകുമ്പോഴേക്കും പല്ലുകൾക്ക് ഗണ്യമായ തേയ്മാനമോ ഒടിവോ സംഭവിച്ചിട്ടുണ്ടാകും. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ആഫ്രിക്കൻ ആൺ സിംഹങ്ങൾ സാധാരണയായി 2 വയസ്സാകുമ്പോഴേക്കും ലൈംഗിക പക്വത അഥവാ ബീജോൽപാദന ശേഷി കൈവരിക്കാറുണ്ട്. എന്നാൽ മനുഷ്യർ വളർത്തുന്ന സിംഹങ്ങളിൽ ഇത് ഏകദേശം 1 വയസ്സും 2 മാസവും ഉള്ളപ്പോൾ തന്നെ സംഭവിക്കാം. ഒരാൺ സിംഹത്തിന് ഒരു പ്രൈഡ് അഥവാ സിംഹക്കൂട്ടത്തിന്റെ നേതാവാകാൻ കുറഞ്ഞത് 2 വയസ്സും 8 മാസവും പ്രായം ഉണ്ടാകണം. എന്നാൽ മനുഷ്യർ വളർത്തുന്ന സിംഹങ്ങളിൽ ഇത് ഏകദേശം 1.2 വയസ്സിൽ തന്നെ സംഭവിക്കാം. മൃഗശാലകളിലും മറ്റുമായി മനുഷ്യർ വളർത്തുന്ന സിംഹങ്ങൾക്ക് സ്വാഭാവികമായി വേട്ടയാടാനും ഓടി നടന്ന് ഊർജം ചിലവഴിക്കാനും അവസരങ്ങൾ കുറവായതിനാൽ ഉയർന്ന പോഷകമൂല്യമുള്ള ഭക്ഷണം ലഭിച്ചിട്ടും അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നിലധികം പെൺസിംഹങ്ങളുമായി ഇണചേരുന്ന ജീവികളാണ് ആൺസിംഹങ്ങൾ. അതുപോലെ പെൺസിംഹങ്ങൾക്കും ഒന്നിലധികം ഇണകൾ ഉണ്ടാകും. സിംഹങ്ങളുടെ ഗർഭകാലം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 100 മുതൽ 119 ദിവസങ്ങളാണ് സിംഹങ്ങളുടെ ഗർഭകാലം.
ഒരൊറ്റ പ്രസവത്തിൽ അവർ 2 മുതൽ 6 സിംഹക്കുട്ടികൾക്ക് വരെ ജന്മം നൽകിയേക്കാം. മഴയുടെ അളവ്, ഭക്ഷണം, വെള്ളം, പാർപ്പിടം തുടങ്ങിയ വിഭവങ്ങളുടെ ലഭ്യത കപ്സ് അഥവാ സിംഹക്കുട്ടികളെ വിജയകരമായി വളർത്തുന്നതിന് വേണ്ടുന്ന വളരെ നിർണായകമായ ഘടകങ്ങളാണ്. സാധാരണയായി ആൺസിംഹങ്ങൾ പെൺസിംഹങ്ങളുടെ ഒരു പ്രൈഡ് അഥവാ കൂട്ടത്തിനെ ഏകദേശം 2 വർഷത്തോളമേ നിയന്ത്രിക്കാറുള്ളൂ. ഈ കാലയളവിനുള്ളിൽ ആൺസിംഹങ്ങൾ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത് ഇരപിടിയന്മാരിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊണ്ടും ടെറിട്ടറി അടയാളപ്പെടുത്തിക്കൊണ്ടുമൊക്കെ പെൺസിംഹങ്ങളെ സഹായിക്കാറുണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷം ഈ പെൺസിംഹക്കൂട്ടത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ വരുന്ന പുതിയ ആൺസിംഹം പെൺസിംഹങ്ങളുമായി ഇണചേരാൻ ശ്രമിക്കും. എന്നാൽ സിംഹക്കുട്ടികളുടെ ചുമതല ഉള്ളതുകൊണ്ടും അവർക്ക് പാല് കൊടുത്ത് പോറ്റേണ്ടുന്നതുകൊണ്ടും പരിചരിക്കേണ്ടുന്നതുകൊണ്ടും പെൺസിംഹങ്ങൾ ഇണചേരലിന് വിസമ്മതിച്ചേക്കാം. ഇത്തരമൊരു ഘട്ടത്തിൽ പുതിയ ആ ആൺസിംഹം സിംഹക്കുട്ടികളെ നിർദാക്ഷിണ്യം കടിച്ചു കൊലപ്പെടുത്തിയേക്കാം. പൂച്ചവർഗത്തിൽപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി അത് സിംഹമല്ല. മാർജാര കുടുംബത്തിലെ ഘടാഘടിയനായ വന്യജീവി സംരക്ഷണത്തിന്റെ ആഗോള പ്രതീകമായ ആ ജീവി അത് കടുവയാണ്. പാന്തീറ ടൈഗ്രിസ് എന്നാണ് ടൈഗർ അഥവാ കടുവയുടെ ശാസ്ത്രനാമം. കാട്ടിലെ രാജാവായ സിംഹത്തെക്കാളും ഗാംഭീര്യമുള്ള മാർജാര വംശക്കാരാണ് കടുവയെന്ന് അഭിപ്രായമുള്ളവർ ഏറെയുണ്ട്. ഇവർ 2 പേരും കരുത്തുറ്റ വേട്ടക്കാർ തന്നെയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ലോകത്ത് എത്ര ഇനം കടുവകളുണ്ട്? ജനിതക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കടുവകളെ 9 ഉപസ്പീഷീസുകളായി തരം തിരിച്ചിട്ടുണ്ട്. ഇവയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ ജാവൻ, ബാലിനീസ്, ദക്ഷിണ ചൈനീസ്, കാസ്പിയൻ എന്നീ 4 ഉപസ്പീഷീസുകൾ അഥവാ ഉപവർഗങ്ങൾ വംശനാശത്തിന് വിധേയരായി നമ്മുടെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും ഇല്ലാതായി. ബാലി, കാസ്പിയൻ, ജാവൻ എന്നീ കടുവകളുടെ ഉപസ്പീഷീസുകൾക്ക് വംശനാശം സംഭവിക്കുന്നത് യഥാക്രമം 1940കളിലും 1970കളിലും 1980കളിലുമാണ്. ബാലി കടുവയുടെ ശാസ്ത്രനാമം പാന്തീറ ടൈഗ്രിസ് ബാലിക്ക എന്നാണ്. കാസ്പിയൻ കടുവയുടെ ശാസ്ത്രനാമമാകട്ടെ പാന്തീറ ടൈഗ്രിസ് വിർഗേറ്റ എന്നാണ്. ജാവൻ കടുവയുടെ ശാസ്ത്രനാമം പാന്തീറ ടൈഗ്രിസ് സൊണ്ടൈക്ക എന്നാണ്. ശരീര വലിപ്പം, തലയോട്ടിയുടെ സവിശേഷതകൾ, രോമങ്ങളുടെ നിറം, ശരീരത്തിലെ വരകൾ അഥവാ സ്ട്രൈപ്സിന്റെ വിന്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കടുവയുടെ ഉപവർഗങ്ങളെ തിരിച്ചറിയുന്നത്. വടക്കൻ ചൈനയിലും ഇന്തോനേഷ്യയിലെ ജാവയിലുമായി കണ്ടെത്തിയ ഏറ്റവും പ്രാചീനമായ കടുവ ഫോസിലുകൾക്ക് ഏകദേശം 20 ലക്ഷം അഥവാ 2 മില്യൺ വർഷം പഴക്കമുണ്ട്. പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന കടുവകളായിരുന്നു ഇത്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ കടുവയുടെ ഫോസിൽ വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗ്യാൻസു പ്രവിശ്യയിൽ നിന്ന് ഉള്ളതാണ്. പാന്തീറ ടൈഗ്രിസ് സെഡാൻസ്കി എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. ഇതിന്റെ പ്രായം ഏകദേശം 2.55 മുതൽ 2.16 ദശലക്ഷം വർഷങ്ങൾക്കിടയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇതിലും പഴക്കം കുറഞ്ഞ ഫോസിലുകൾ ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് ഏകദേശം 1.3 മുതൽ 2.3 ദശലക്ഷം വർഷം വരെ പഴക്കമുണ്ടെന്നാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ അമൂർ, ബംഗാൾ, ഇൻഡോ ചൈനീസ്, മലയൻ, സുമാത്രൻ എന്നീ 5 ഉപസ്പീഷീസുകൾ മാത്രമാണ് ഇന്ന് ഭൂമിയിൽ ജീവനോടെ നിലനിൽക്കുന്നത്. ഇവയിൽ ഏറ്റവും കൂടുതൽ ശരീര വലുപ്പമുള്ള കടുവ അമൂർ കടുവ അഥവാ സൈബീരിയൻ ടൈഗർ ആണ്. പാന്തീറ ടൈഗ്രിസ് സോൾട്ടൈക്ക് എന്നാണ് സൈബീരിയൻ കടുവയുടെ ശാസ്ത്രനാമം. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ സ്വാഭാവികമായി ജീവിക്കുന്ന ഏക കടുവ ഉപവർഗവും ഇതാണ്. പ്രായപൂർത്തിയായ ഒരു ആൺകടുവയുടെ ശരാശരി ഭാരം 100 മുതൽ 261 കിലോഗ്രാം വരെയും പെൺകടുവയുടെ ശരാശരി ഭാരം 75 മുതൽ 177 കിലോഗ്രാം വരെയുമാണ്. കടുവകളിലെ ഏറ്റവും വലിയ ഉപസ്പീഷീസായ സൈബീരിയൻ അഥവാ അമൂർ കടുവകളിൽ ആൺകടുവകൾക്ക് 300 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാകാം. ലോകത്തിലെ ഏറ്റവും വലിയ മാൻഗ്രൂവ് അഥവാ കണ്ടൽക്കാട് ആവാസ വ്യവസ്ഥയായ സുന്ദർബൻസിൽ ജീവിക്കുന്ന കടുവകൾ പൊതുവെ അറിയപ്പെടുന്നത് സുന്ദർബൻസ് കടുവകൾ എന്ന വിളിപ്പേരിലാണ്. ഈ കടുവകളുടെ തലയോട്ടിയുടെ ആകൃതിയും ശരീര വലുപ്പവും എല്ലാം കടുവകളുടെ മറ്റുള്ള ഉപസ്പീഷീസുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നിരുന്നാലും സുന്ദർബൻസ് കടുവയെ ഒരു വ്യത്യസ്ത ഉപസ്പീഷീസായി പരിഗണിക്കാനാകില്ല. പകരം ഇത് ബംഗാൾ കടുവയുടെ ഒരു പ്രാദേശിക ഇനം മാത്രമാണ്. സുന്ദർബൻസ് എന്ന ഈ ഒരു കണ്ടൽക്കാടിനോട് അനുബന്ധിച്ച് ജീവിക്കുന്ന ആളുകളുടെ പ്രധാന ജീവിത ഉപാധി കൃഷിയും തേൻ ശേഖരണവും മീൻപിടുത്തവും ഒക്കെയാണ്. തേനെടുക്കാനും മീൻ പിടിക്കാനും ഒക്കെയായി ഈ കണ്ടൽക്കാടുകൾക്ക് സമീപത്തേക്കോ ഉള്ളിലേക്കോ പോകുന്നവർ അവരുടെ തലയ്ക്ക് പുറകിലായി ഒരുതരം മുഖംമൂടി ധരിക്കാറുണ്ട്. കാരണം കടുവകൾ പിറകിൽ നിന്ന് ആക്രമിക്കാനാണ് സാധ്യത കൂടുതൽ. ഇങ്ങനെ ഒരു മാസ്ക് അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് കടുവകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും. ആൺസിംഹങ്ങളെ പോലെ ഒന്നിലധികം ഇണകൾ ഉള്ളവരാണ് ആൺകടുവകൾ. അതുപോലെ പെൺകടുവകൾക്കും ഒന്നിലധികം ഇണകൾ ഉണ്ടാവും. ഒരു പെൺകടുവ സാധാരണയായി ഒരൊറ്റ പ്രസവത്തിൽ 2 മുതൽ 7 വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാം. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കടുവകൾ 16 മുതൽ 18 വയസ്സ് വരെ ജീവിച്ചിരിക്കും. എന്നാൽ മനുഷ്യരുടെ സംരക്ഷണത്തിൽ ഇവർ 20-ലധികം വയസ്സ് വരെ ജീവിച്ചിരിക്കും. സിംഹങ്ങളും ഗർജിക്കും, കടുവകളും ഗർജിക്കും, അല്ലെ? സിംഹങ്ങളുടെയും കടുവകളുടെയും ഗർജനങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുറഞ്ഞ ആവൃത്തി അഥവാ ലോ ഫ്രീക്വൻസിയിലുള്ള ശക്തമായ ഗർജന ശബ്ദങ്ങളാണ് സിംഹത്തിന്റെയും കടുവയുടെയും. ഒരു സിംഹത്തിന്റെ ഗർജനം സാധാരണയായി 90 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കാം. ഇത് മിക്കപ്പോഴും 90 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരൊറ്റ ഗർജനം ആയിരിക്കുകയില്ല. പിന്നെയോ ഏതാണ്ട് 50 വരെ ഗർജനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചേർന്ന്
ഒരു പരമ്പരയായിട്ടായിരിക്കും ഇത് പുറപ്പെടുവിക്കപ്പെടുക. ഈ ഗർജനങ്ങളുടെ ഫ്രീക്വൻസി 40 ഹെഡ്സ് മുതൽ 200 ഹെഡ്സ് വരെയാണ്. ഇനി കടുവയുടെ ഗർജനത്തിന്റെ ഫ്രീക്വൻസി ആകട്ടെ അത് 83 ഹെഡ്സ് മുതൽ 246 ഹെഡ്സ് വരെയാണ്. ലോകത്തിൽ ഏറ്റവും ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളിൽ ഒന്നായ കടുവകൾ കീസ്റ്റോൺ സ്പീഷീസുകളാണ്. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ആധാരമായ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന ജീവിവർഗങ്ങളെയാണ് കീസ്റ്റോൺ സ്പീഷീസുകൾ എന്ന് വിളിക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ലോകത്ത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന കടുവകളുടെ എണ്ണം ഏകദേശം 3050 മുതൽ 3950 വരെ മാത്രമാണ്. ശക്തമായ സംരക്ഷണ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കടുവകൾ വളരെ വേഗത്തിൽ വനപ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ഇന്ന് നിലവിലുള്ള കടുവകളെ സംരക്ഷിക്കുക എന്നത് ആഗോള വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കടുവയെ പോലെ തന്നെ സിംഹവും ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. നിങ്ങൾ വെള്ളക്കടുവകളെയും വെള്ള സിംഹങ്ങളെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവറ്റകളെ കണ്ടിട്ടുണ്ടോ? അവർക്ക് എങ്ങനെയാണ് വെളുപ്പ് നിറം കിട്ടിയത്? ശരീരത്തിൽ മെലാനിൻ എന്ന വർണ്ണവസ്തു തീരെ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടമാവുകയും ത്വക്കിനും മുടിക്കും കണ്ണിനുമെല്ലാം വെളുപ്പ് നിറം കൈവരികയും ചെയ്യും. ഇതിനെയാണ് ആൽബിനിസം എന്ന് വിളിക്കുന്നത്. ഈ അവസ്ഥ പ്രകടിപ്പിക്കുന്ന ജീവികളെ ആൽബിനോ എന്നും വിളിക്കുന്നു. എന്നാൽ വെള്ളക്കടുവകളും വെള്ള സിംഹങ്ങളും ഉണ്ടാകുന്നത് ആൽബിനിസം കൊണ്ടല്ല, ലൂസിസം എന്ന പ്രതിഭാസം കൊണ്ടാണ്. ആൽബിനിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ലൂസിസത്തിൽ ശരീരത്തിലെ എല്ലാ വർണ്ണവസ്തുക്കളും നഷ്ടമാകുന്നില്ല. ലൂസിസം പ്രകടിപ്പിക്കുന്ന സിംഹങ്ങളുടെയും കടുവകളുടെയും എല്ലാം കണ്ണുകൾക്കും ത്വക്കിനുമൊക്കെ സ്വാഭാവിക നിറമായിരിക്കും. എന്നാൽ രോമങ്ങളുടെ നിറമാകട്ടെ വെളുപ്പായി മാറും. കടുവകളുടെ രോമങ്ങളും ഇത്തരത്തിൽ വെളുക്കുമെങ്കിലും അവരുടെ ശരീരത്തിലെ കറുത്ത വരകൾ മാഞ്ഞു പോവാതെ നിലനിൽക്കും. ഒരു കടുവയ്ക്കും സിംഹത്തിനും ഇണചേരാൻ സാധിക്കുമോ? ഇനി അങ്ങനെ അവർ ഇണചേർന്നാൽ കുഞ്ഞുങ്ങൾ പിറക്കുമോ? ഒരാൺകടുവയ്ക്കും പെൺസിംഹത്തിനും ഉണ്ടാകുന്ന ഹൈബ്രിഡ് സന്താനത്തിന് വിളിക്കുന്ന പേരാണ് ടൈഗൺ. അതുപോലെ ഒരാൺ സിംഹത്തിനും ഒരു പെൺകടുവയ്ക്കും ഉണ്ടാകുന്ന സന്താനത്തിന് വിളിക്കുന്ന പേര് ലൈഗർ എന്നാണ്. കാടിന്റെ രാജാവായ സിംഹത്തെക്കുറിച്ചും ആ സിംഹത്തോട് കിടപിടിക്കുന്ന ശൗര്യമുള്ള കടുവയെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഇനിയും തുടരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളിലൂടെ അറിയിക്കുമല്ലോ. നന്ദി.